ഒരു ട്രേഡർ ചെയ്യുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, അത് തെറ്റായ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു മോശം സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതുമല്ല. ഇത് നമ്മളെല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന, പക്ഷെ പലപ്പോഴും തിരിച്ചറിയാത്ത, വളരെ നിസ്സാരമെന്ന് തോന്നുന്നൊരു കാര്യമാണ്. അതെന്താണെന്നും അതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിനെ കാർന്നു തിന്നുന്നുവെന്നും നമുക്കിന്ന് കണ്ടെത്താം. ഓക്കെ, ഈ ഒരു സാഹചര്യം ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളൊരു ട്രേഡ് എടുത്തു, നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. പെട്ടെന്ന് സ്ക്രീനിൽ പച്ച നിറത്തിൽ ഒരക്കം തെളിയുന്നു, +500 രൂപ. നിങ്ങളുടെ മനസ്സ് അലറി വിളിക്കും, എടുത്തോ, വേഗം, അത് പോകുന്നതിന് മുൻപ് ആ പണം എടുത്തോ. നിങ്ങൾ ആ സെൽ ബട്ടൺ അമർത്തുന്നു. ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. പക്ഷെ ശരിക്കുള്ള വേദന തുടങ്ങുന്നത് അവിടെയാണ്. നിങ്ങൾ വിറ്റ സ്റ്റോക്ക് അതൊരു റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുന്നത് നിങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. നിങ്ങളുടെ 500 രൂപ ലാഭം അത് 3000 ആകുന്നു, പിന്നെ അത് 15000-ത്തിലെത്തുന്നു. കുറച്ചു മുൻപ് നിങ്ങൾ അനുഭവിച്ച ആ ചെറിയ സന്തോഷം അതങ്ങ് ചാരമായി മാറുന്നു. ഒറ്റ ചിന്ത നിങ്ങളുടെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണിതെപ്പോഴും എനിക്ക് മാത്രം സംഭവിക്കുന്നത്? എന്നോട് സത്യം പറയണം, നമ്മളെല്ലാവരും ഇതിലൂടെ കടന്നുപോയിട്ടില്ലേ? മാർക്കറ്റ് നമ്മളെ വിഡ്ഢികളാക്കി കുതിച്ചുയരുന്നത് കണ്ട് സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കിയിരുന്നിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഒരുപക്ഷെ 99% ട്രേഡർമാരും ഈ ഒരൊറ്റ കെണിയിൽ വീഴുന്നവരാണ്. എന്നാൽ കേട്ടോളൂ, ഇതിന് നിങ്ങളുടെ ഭാഗ്യക്കേടുമായിട്ടോ നിങ്ങളുടെ സ്ട്രാറ്റജിയുമായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങൾക്ക് എതിരായതുകൊണ്ടോ ഒരു ബന്ധവുമില്ല. ഇതൊരു മറഞ്ഞിരിക്കുന്ന കെണിയാണ്, നിങ്ങളുടെ സ്വന്തം തലച്ചോറിനകത്തുള്ള ഒരു പിഴവ്. ഇന്ന് നമ്മൾ ആ കെണി പൊളിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇതിന്റെ കാതലിലേക്ക് വരാം. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറ് മാർക്കറ്റിൽ നമുക്ക് പണം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു യുദ്ധമാണ്. ശരി, നമുക്ക് ആഴത്തിലേക്ക് പോകാം. ഈ വില്ലന് ഒരു പേരുണ്ട്, ലോസ് അവേർഷൻ. ഇത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ശക്തമായൊരു മാനസിക പ്രശ്നമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, വഴി നിന്ന് 1000 രൂപ കിട്ടുന്നതിലുള്ള സന്തോഷമാണോ വലുത്, അതോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1000 രൂപ നഷ്ടപ്പെടുന്നതിലുള്ള വേദനയാണോ? ഒരു സംശയവുമില്ല, നഷ്ടത്തിന്റെ വേദനയ്ക്ക് സന്തോഷത്തിന്റെ ഇരട്ടി ശക്തിയുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ നിങ്ങളൊരു ട്രേഡിലിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, ഇപ്പോൾ കയ്യിലുള്ള ഉറപ്പുള്ള ഒരു ചെറിയ ലാഭം, അത് ഭയങ്കര സേഫായിട്ട് തോന്നും. 2, ഒരുപക്ഷെ കിട്ടിയേക്കാവുന്ന എന്നാൽ ഒരു ഉറപ്പുമില്ലാത്ത ഒരു വലിയ ലാഭം. നിങ്ങളുടെ അതിജീവനത്തിനായി രൂപകൽപ്പന ചെയ്ത ആ തലച്ചോറിന് നിങ്ങൾ പണക്കാരനാവുന്നതിൽ ഒരു താൽപ്പര്യവുമില്ല, 0. കയ്യിൽ കിട്ടിയ ആ ചെറിയ ലാഭം നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേദന ഒഴിവാക്കാൻ മാത്രമേ അതിന് താൽപ്പര്യമുള്ളൂ. അതുകൊണ്ടതെപ്പോഴും നിങ്ങളോട് ആ സുരക്ഷിതമായ ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കാൻ അലറിക്കൊണ്ടേയിരിക്കും. തലച്ചോറിലെ ഈയൊരൊറ്റ പിഴവ് നമ്മളെ 2 വിനാശകരമായ ശീലങ്ങളിലേക്ക് തള്ളിവിടുന്നു. 1, ഭയം കാരണം കിട്ടുന്ന ചെറിയ ലാഭം നമ്മൾ പെട്ടെന്നെടുക്കുന്നു. 2, നഷ്ടത്തിലുള്ള ട്രേഡുകൾ ക്ലോസ് ചെയ്യാനുള്ള വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അത് തിരികെ വരും എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഇതിന്റെ ഫലമോ? ചെറിയ ചെറിയ വിജയങ്ങളും വലിയ വലിയ പരാജയങ്ങളും നിറഞ്ഞ ഒരു മരണക്കണി. അത് നിങ്ങളുടെ അക്കൗണ്ടിനെ പതുക്കെ രക്തമൂറ്റിക്കൊല്ലുന്നു. നിങ്ങൾക്ക് 50% വിൻ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ട്രേഡറാണെന്നാണോ വിചാരം? നിങ്ങളെടുക്കുന്ന പകുതി ട്രേഡുകളും വിജയിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടുമെന്നാണോ നിങ്ങളുടെ വിശ്വാസം? വരൂ, നിങ്ങളെത്രമാത്രം തെറ്റാണെന്ന് ഞാൻ കണക്കുകൾ വെച്ചു കാണിച്ചുതരാം. ഓക്കെ, ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ 10 ട്രേഡുകൾ ചെയ്തു. നിങ്ങൾ അത്ര മോശം ട്രേഡറൊന്നുമല്ല. അതുകൊണ്ട് 5 എണ്ണം വിജയിച്ചു, 5 എണ്ണം പരാജയപ്പെട്ടു. നിങ്ങളുടെ ഓരോ ട്രേഡിലെയും സ്റ്റോപ്പ് ലോസ് 1000 രൂപയാണ്. എന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ച ആ പേടി കാരണം നിങ്ങൾ വെറും 600 രൂപ ലാഭത്തിൽ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോ വിജയിച്ച 5 ട്രേഡുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് വെറും 3000 രൂപ. കൊള്ളാം. എന്നാൽ പരാജയപ്പെട്ട 5 ട്രേഡുകളോ? അത് നിങ്ങളുടെ മുഴുവൻ സ്റ്റോപ്പ് ലോസും കൊണ്ടുപോയി. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ 5000 രൂപയുടെ നഷ്ടം. അപ്പോ അവസാനത്തെ കണക്കെന്താണ്? +3000 -5000. നിങ്ങൾക്ക് മൊത്തം നഷ്ടം 2000 രൂപ. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ പകുതി സമയവും ശരിയായിരുന്നു, എന്നിട്ടും നിങ്ങൾ പണം നഷ്ടപ്പെടുത്തി. ഇതാണ് മിക്ക റീറ്റെയിൽ ട്രേഡർമാരുടെയും അക്കൗണ്ടുകളെ നിശ്ശബ്ദമായി കൊല്ലുന്ന ആൾ. അപ്പം മിക്കവാറും എല്ലാവരും ഈ കെണിയിൽ വീഴുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലുകൾ എങ്ങനെയാണിതിനെ അതിജീവിക്കുന്നത്? അവർക്കറിയാവുന്ന എന്നാൽ നമുക്കറിയാത്ത രഹസ്യമെന്താണ്? ഇനി നമുക്ക് ഈ കളി മൊത്തത്തിൽ തലകീഴായി മാറ്റി ചിന്തിക്കാം. ഈ സ്ലൈഡ് സത്യം പറഞ്ഞാൽ ഇതാണ് ഈ കളിയുടെ $1 മില്യൺ രഹസ്യം. ഒരു സാധാരണ റീറ്റെയിൽ ട്രേഡറുടെ തലച്ചോറ് പറയുന്നു, നിന്റെ ലാഭം വേഗം എടുക്കുക, നഷ്ടം എത്ര വലുതായാലും കുഴപ്പമില്ല.
എന്നാൽ ഒരു പ്രൊഫഷണൽ ചെയ്യുന്നത് ഇതിന്റെ നേരെ 100% വിപരീതമാണ്. അവർ നഷ്ടങ്ങളെ ഒരു ദയയുമില്ലാതെ തൽക്ഷണം വെട്ടിമാറ്റുന്നു. എന്നാൽ അവരുടെ കയ്യിൽ വിജയിക്കുന്ന ഒരു ട്രേഡ് കിട്ടിയാലോ അവർ അതിനെ ഓടാൻ അനുവദിക്കും, പിന്നെയും ഓടാൻ, ആ വലിയ ലാഭം കിട്ടുന്നതുവരെ ഓടാൻ. ഇതാണ് കളി. അവരുടെ മുഴുവൻ തത്വശാസ്ത്രവും ഈ ഒരൊറ്റ ശക്തമായ ആശയത്തിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഒരൊറ്റ ഭീമൻ വിജയത്തിന് 10 ചെറിയ നഷ്ടങ്ങളുടെ ഓർമ്മയെ മായ്ച്ചു കളയാൻ കഴിയും. അവർ ചെറിയ വിജയങ്ങളെ തേടിയല്ല പോകുന്നത്, ആ ഒരൊറ്റ വലിയ വിജയത്തെ പിടിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായി. ചിന്താഗതിയിലെ മാറ്റം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? നിങ്ങളുടെ അടുത്ത ട്രേഡ് മുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന 2 ലളിതമായ പക്ഷെ വളരെ ശക്തമായ ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ ടെക്നിക് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിയമമാണ്. നിങ്ങൾ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനു മുൻപേ നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുപാതം തീരുമാനിക്കുക. ഇതൊരു നിയമമാക്കുക. എന്റെ നഷ്ടസാധ്യതയുടെ ഇരട്ടിയെങ്കിലും ലാഭസാധ്യതയില്ലാത്ത ഒരൊറ്റ ട്രേഡിലും ഞാൻ പ്രവേശിക്കില്ല. സിമ്പിൾ. അതായത്, ഞാൻ 1000 രൂപ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം കുറഞ്ഞത് 2000 രൂപ ആയിരിക്കണം. ഈയൊരു ഗണിതശാസ്ത്രപരമായ നിയമം നിങ്ങൾ പാലിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് കൂടുതൽ തവണ തെറ്റിയാലും ഒരു 40% വിൻറേറ്റ് ആയാലും നിങ്ങൾക്ക് മികച്ച ലാഭം നേടാൻ കഴിയും. രണ്ടാമത്തെ ടെക്നിക്, ഇത് നിങ്ങളുടെ തലച്ചോറിനെ പറ്റിക്കാനുള്ള ഒരു സൂത്രവിധിയാണ്. ഇതിന്റെ പേരാണ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്. ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ട്രേഡ് ആദ്യത്തെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ പകുതി വിറ്റ് ലാഭം ഉറപ്പിക്കുക. തൽക്ഷണം നിങ്ങളുടെ തലച്ചോറിന് അത് ആഗ്രഹിക്കുന്ന ആ ഒരു സുരക്ഷിതത്വം കിട്ടുന്നു. ഭയം പമ്പ കടക്കുന്നു. ഇനി നിങ്ങൾക്കൊരു സമ്മർദ്ദവുമില്ലാതെ ബാക്കിയുള്ള പകുതിയെ ആ ഭീമൻ ലാഭത്തിനായി സ്വതന്ത്രമായി ഓടാൻ വിടാം. 2 ലോകങ്ങളിലെയും ഏറ്റവും മികച്ചത്. ഇനി നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ കളിയുടെ യഥാർത്ഥ രഹസ്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിജയികളെ പരാജിതരിൽ നിന്ന് വേർതിരിക്കുന്ന ആ ഒരേ ഒരു കാര്യം. എനിക്കറിയാം അതെങ്ങനെയാണെന്ന്. നമ്മൾ യൂട്യൂബില് മണിക്കൂറുകളോളം ആ ഹോളി ഗ്രെയിൽ ഇൻഡിക്കേറ്ററിനും 99% കൃത്യതയുള്ള സ്ട്രാറ്റജിക്കും വേണ്ടി പരക്കം പായുന്നു, അല്ലേ? ഒരു ട്രേഡ് തെറ്റുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയെയും ഇൻഡിക്കേറ്ററിനെയും പഴിക്കുന്നു. എന്നാൽ കൈപ്പേറിയ സത്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് പിന്തുടരാനുള്ള മാനസിക ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു വിജയകരമായ ട്രേഡ് കണ്ടെത്തുക എന്നതല്ല യഥാർത്ഥ കഴിവ്. അതിനേക്കാൾ എത്രയോ പ്രയാസമേറിയ യഥാർത്ഥ കഴിവ് വിജയകരമായ ഒരു ട്രേഡിൽ ഭയമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമാണ്. ഈ ശക്തമായ സത്യം എപ്പോഴും ഓർമ്മിക്കുക. മാർക്കറ്റ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് നിങ്ങൾ ശരിയായതുകൊണ്ടല്ല. മാർക്കറ്റ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് ശരിയായി കൂടുതൽ നേരം തുടരാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി മുതൽ ലാഭത്തിലുള്ള ഏതൊരു ട്രേഡും ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം നിൽക്കുക, ഒരു ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ഈ ഒരൊറ്റ ചോദ്യം സത്യസന്ധമായി ചോദിക്കുക. ഞാൻ ഈ ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് എന്റെ പ്ലാൻ അനുസരിച്ചാണോ അതോ എന്റെ ഭയം എന്നോട് അലർന്നതുകൊണ്ടാണോ? ഈയൊരൊറ്റ ശീലത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിലൂടെ മാത്രം ട്രേഡിംഗിലെ വിജയത്തിനായി നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് തന്നെ തുടങ്ങുക. സ്വയം നിരീക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെ കഴുത്തുഞെരിച്ചു കൊല്ലുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അത് നിങ്ങളുടെ മുഴുവൻ ട്രേഡിംഗ് യാത്രയെയും മാറ്റിമറിക്കുന്ന ആദ്യത്തെ പടിയായിരിക്കും.